Orthographic projection. Next question. Draw the following view of the isometric view given below in third angle projection. Third angle projection വരയ്ക്കേണ്ട ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കുന്ന ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ XY ലൈൻ വരച്ചിടാം. നമ്മൾ XY ലൈൻ വരച്ചു. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കുന്ന ഈ ഡയറക്ഷനിലാണ്. നമുക്ക് ഈ സർഫസ് കാണാൻ കഴിയും. ഈ സർഫസ് വ്യക്തമായി കാണാൻ കഴിയും. ഇത്രയും സർഫസാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ അവിടെ വരയ്ക്കുന്നു, XY ലൈൻ്റെ താഴെ വരയ്ക്കുന്നു. ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ തന്നെയാണ്. ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ വരയ്ക്കണം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കണം. ആ സ്പേസ് വിട്ടതിന് ശേഷം നമുക്കിവിടെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. ഓക്കെ, ഇത് മുതൽ ഇതുവരെ എത്ര കൊടുത്തിട്ടുണ്ട്? നമ്മൾ ഫ്രണ്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെരിവ് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 70 ഉണ്ടല്ലേ? നമുക്കത് മാർക്ക് ചെയ്യാം. നമ്മൾ ഇത് മുതൽ ഇതുവരെ നമ്മൾ 70 എടുത്തു. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 25 ഉണ്ട്. നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 40 ഒരു പാർട്ടീഷൻ ഉണ്ട്. പക്ഷേ ടോട്ടൽ എത്രയാണ്? ഇത് എത്രയാണ് വീതി ടോട്ടൽ? ഇത് 25 ഉള്ളതിൽ ഇത് മുതൽ ഇതുവരെ 15 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി ഇത് എത്രയായിരിക്കും? 10 ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്കൊരു 10 എടുക്കാം. ഓക്കെ, ഇത് മുതൽ ഇതുവരെ 40 ഉണ്ട്, അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു 10 എടുത്തതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. ശരിയല്ലേ? ഈ പോർഷനാണിത്. ഇത്രയും പോർഷനായി. ഇനി നമുക്ക് ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 20 എന്ന് പറയുന്നുണ്ടല്ലേ? ആ 20 നമുക്ക് മാർക്ക് ചെയ്യാം. ഇത്രയും പോർഷനായി, ഈ പോർഷനായി. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ മറ്റൊന്നും കാണാൻ പറ്റില്ല. ഇത്ര മാത്രമാണല്ലോ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഇല്ലേ? അത് നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് ഒരു ഓപ്പണിംഗ് എത്രയിലാണ്? 20 പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 20 എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? അവിടെ ഒരു ഓപ്പണിംഗ് ഉള്ളതായിട്ട് കാണിക്കുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഓപ്പണിംഗ് ഉള്ളതിൻ്റെ ഡെപ്ത് എത്രയാണ്? 10 mm ആണല്ലേ? അപ്പോൾ ആ 10 mm എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഓപ്പണിംഗ് ഉള്ളതായിട്ട് കാണിക്കുക. ഇനി എന്താണ്? ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് വരയ്ക്കാം. ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ സർഫസ് കാണാൻ കഴിയും? ഇത്രയും സർഫസ് നമുക്ക് കാണാൻ കഴിയും. ശരിയല്ലേ? ഈ സർഫസ് നമുക്ക് കാണാൻ കഴിയും, ഈ സർഫസ് കാണാൻ കഴിയും, അതുപോലെ തന്നെ ഇത്രയും സർഫസ് കാണാൻ കഴിയും. ഇത്രയല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ ഫ്രണ്ട് വ്യൂ നേരത്തെ വരച്ചതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ പ്രൊജക്ടർ ലൈൻസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഷേപ്പൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും അല്ലേ? അപ്പോൾ നമുക്ക് ഇത് മുതൽ ഇതുവരെ 20 ഉള്ളത് നമുക്ക് മാർക്ക് ചെയ്യാം. ടോട്ടൽ 44 ആണ്. നമുക്ക് ഏകദേശം കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ ഒരു 44 മാർക്ക് ചെയ്യുകയാണ്. മാർക്ക് ചെയ്തു. അതിൽ തന്നെ ഇത് മുതൽ ഇതുവരെ ഉള്ള 20, ഈ 20യും അതുപോലെ തന്നെ ഇതുവരെയുള്ള 40 വരെ നമുക്ക് മാർക്ക് ചെയ്യാം. 40 കഴിഞ്ഞതിന് ശേഷമുള്ള ഇൻക്ലിനേഷൻ നമുക്ക് 40 വരെ മാർക്ക് ചെയ്ത് നിർത്താം. ടെൻ, 20, 30, 40. മുകളിലും അതുപോലെ 40 വരെ മാർക്ക് ചെയ്ത് നിർത്താം. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് 20 ഇവിടെ മാർക്ക് ചെയ്തുകൂടെ? 20 നമുക്ക് മാർക്ക് ചെയ്യാം.
ഇത് മൊത്തത്തിൽ 44 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ പകുതി എത്രയായിരിക്കും? 22 ആയിരിക്കും. ഇതെടുത്ത് നമുക്കൊരു സെൻട്രൽ ലൈനും കൂടെ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു. ഈ 20 കിട്ടിയത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാലോ. ഓക്കെ, ദെൻ ഓക്കെ, നമ്മൾ ഈ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്ത് എന്തിനാണ്? ഈ ഓപ്പണിങ്സ് നമ്മൾ കണ്ടുപിടിക്കാനാണ്. 25 ആണ് സെൻട്രൽ ലൈനിൽ നിന്ന് 25 മാർക്ക് ചെയ്യുക. സെൻട്രൽ ലൈനിൽ നിന്ന് 25 മൊത്തത്തിൽ വേണമെങ്കിൽ നമ്മൾ 12.5 വെച്ചിട്ട് എടുക്കുക അല്ലേ. 12.5 വെച്ചിട്ട് നമ്മളത് മാർക്ക് ചെയ്തു. ദെൻ ഇതിൻ്റെ ഡെപ്ത് എത്രയാണ്? 5 mm ആണ്. അപ്പോൾ നമ്മളൊരു 5 mm ഡെപ്ത് മാർക്ക് ചെയ്തു. ഓക്കെ, തന്നെയാണല്ലോ. ഇത്രയും പോർഷനായി. ഇനി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരണം അല്ലേ. അതിനുവേണ്ടി 19 മാർക്ക് ചെയ്യുക. 19ൻ്റെ സെൻറ്റർ ആയപ്പോൾ 19 ആയപ്പോൾ എത്ര വരും? ടോട്ടൽ 19 ആണ്. അപ്പോൾ നമുക്ക് 9.5 വരും അല്ലേ. അറൗണ്ട് 9.5 വരും. ഓക്കെ, അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇത് നമ്മൾ ഏതൊരു വരയ്ക്കണം? ഇങ്ങനെ മാർക്ക് ചെയ്യണം അല്ലേ. ഓക്കെ, ദെൻ ഈ പോർഷൻ ക്ലോസ് ചെയ്യും. ഇത് തന്നെയാണല്ലോ നമ്മളിതിൻ്റെ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ കാണുന്നത്, ശരിയല്ലേ? ഈ പോർഷനും അതുപോലെ ഈ പോർഷനും. ഓക്കെ, ദെൻ ഈ സർഫസ് അതുപോലെ തന്നെയുണ്ട്. ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇതുവരെ കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് അല്ലേ. ഓക്കെ, ഇനി ഏതാ ഉള്ളത്? ഇനി ഇതുവരെയുള്ള നമ്മൾ വരച്ച് നിർത്തിയിട്ടുണ്ട്. ദെൻ നമുക്ക് ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഇതൊരു 15 മാർക്ക് ചെയ്യുക, 25 മാർക്ക് ചെയ്യുക. സെൻറ്റർ പോയിന്റിൽ നിന്ന് 25 മാർക്ക് ചെയ്യണമെങ്കിൽ 12.5 വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. അത് നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ ഈ 15 മാർക്ക് ചെയ്യണം. 15 ആകുമ്പോൾ 7.5 വെച്ചിട്ട് മാർക്ക് ചെയ്യണം അല്ലേ. വെച്ചിട്ട് നമ്മൾ 15 മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേ, ഈ 2 പോയിൻ്റായി കഴിഞ്ഞു. ദെൻ ഇത് രണ്ടും കൂടെ നമുക്ക് മീറ്റ് ചെയ്യിപ്പിച്ചൂടെ? അതുപോലെ ഈ പോയിന്റും ഇതും കൂടെ മീറ്റ് ചെയ്യിപ്പിക്കാമല്ലോ. ഓക്കെ, ദെൻ ഇവിടെ എത്രയാണ് ഡെപ്ത്? 20 ആണല്ലേ. അപ്പോൾ നമ്മൾ 20 മാർക്ക് ചെയ്യുന്നു. 20 വരെ നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ അതിന് ശേഷം സ്മോൾ വെർട്ടിക്കൽ ലൈൻ കൊടുത്തിട്ട് നമുക്കിതിനെ ക്ലോസ് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് ആയില്ലേ? ഇത്രയും പോർഷൻ തന്നെയാണല്ലോ നമ്മളിതിൻ്റെ ടോപ്പ് വ്യൂ നോക്കിയാൽ കാണുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സൈഡ് വ്യൂ ആണ് മാർക്ക് ചെയ്യേണ്ടത്. സൈഡ് വ്യൂ ഡയറക്ഷൻ നോക്കിയാൽ ഈ സർഫസ് നമുക്ക് കാണാൻ കഴിയും, ഈ സർഫസ് കാണാൻ കഴിയും, ഈ സർഫസ് കാണാൻ കഴിയും. ഈ ചരിഞ്ഞ പ്രതലം നമുക്ക് കാണാൻ കഴിയും, പക്ഷേ നമുക്ക് ചരിഞ്ഞതായിട്ടല്ല കാണാൻ കഴിയുന്നത്. ഓക്കെ, ദെൻ ഇത്രയും സർഫസും നമുക്ക് കാണാൻ കഴിയും. ഇത്ര തന്നെയാണല്ലോ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്യുന്നു അല്ലേ. നമ്മുടെ നമ്മളൊരു പ്രൊജക്ടർ ലൈൻ കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ ഈ ടോപ്പ് വ്യൂവിൻ്റെയും കൂടെ പ്രൊജക്ടർ ലൈൻ കൊണ്ടുവരാം, പക്ഷേ നമുക്കത് വേണ്ട. ഈ ക്വസ്റ്റ്യനും അത് വേണ്ട. നമുക്ക് മെഷർമെൻറ്റ്സ് ഇവിടെ നിന്നൊക്കെ തന്നെ കിട്ടും, അതുകൊണ്ട് നമുക്ക് വേണ്ട. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 44 ഉണ്ട്. ആ 44 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ സെൻറ്റർ പോയിൻറ്റ് 22 നമ്മൾ മാർക്ക് ചെയ്തിട്ടു. ഒരു സെൻട്രൽ ലൈൻ നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ദെൻ അതിന് ശേഷം ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 10 mm ആണ്. നമ്മളിവിടെ മാർക്ക് ചെയ്യുന്ന പ്രൊജക്ടർ ലൈൻ ഉണ്ട്, അതുകൊണ്ട് നമുക്കത് ക്ലോസ് ചെയ്യാം. ഓക്കെ,
ക്ലോസ് ചെയ്യുന്നു. ടോപ്പ് പോർഷൻ 40 വരെയാണ്. ഇത്രയും പോർഷൻ നമുക്കിവിടെ ക്ലോസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളതുപോലെ ക്ലോസ് ചെയ്യുന്നു. ദെൻ ഇതിൻ്റെ ഓപ്പണിംഗ് എത്രയാണ്? ഈ ഓപ്പണിംഗ് 19 ആണ്. നമ്മൾ സെൻറ്റർ പോയിൻ്റ് 19 ആയതുകൊണ്ട് 9.5 മാർക്ക് ചെയ്താൽ മതി. അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 10 mm ആണ്. 10 mm വേണമെങ്കിൽ നമുക്ക് ഈ പ്രൊജക്ടർ ലൈൻ വരച്ച് കഴിഞ്ഞാൽ കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ 10 mm ഷാർപ്പായിട്ട് നമുക്ക് നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇത്രയും പോർഷൻ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്താ മാർക്ക് ചെയ്യേണ്ടത്? ഈ പോയിൻ്റ് മാർക്ക് ചെയ്യണം അല്ലേ? 15ഉം 25ഉം. 15 ആകുമ്പോൾ 7.5 മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ 25 ആകുമ്പോൾ 12.5 മാർക്ക് ചെയ്യുക. ശരിയല്ലേ? അത് വെച്ചിട്ട് നമ്മൾ 25ൻ്റെ ഓപ്പണിംഗ് വരച്ചപ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ട സർഫസ് എന്ന് പറഞ്ഞാൽ ഈ സർഫസ് ഇത്രയാണ് നമുക്ക് കാണാൻ കഴിയൂ. ശരിയല്ലേ? ഇത്രയും അല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സർഫസ് ഏതാണ്? ഇതാണ്. ഈ രണ്ട് സർഫസ് എന്ന് പറയുന്നത് ഇതും പിന്നെ ഈ സൈഡിൽ വരുന്ന സർഫസും ഇതുമാണ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ഡയമെൻഷൻ ചെയ്യുക. ഓക്കെ, അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യുക? ഡയമെൻഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ മാർക്കിങ്സും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ ഏതാണ്, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ എല്ലാം.